നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ വിക്രിയകൾ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. ഇന്ത്യയിലെ നേതാക്കളുമായി, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളുമായിട്ടും കോൺഗ്രസിന്റെ ചില ഏജൻസികളുമായിട്ടും ഒക്കെ സമ്പർക്കം പുലർത്തുന്നു. 170 കോടിയിലധികം രൂപ മറ്റൊരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അട്ടിമറിക്കാൻ വേണ്ടി ചെലവാക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ വളർച്ചയിൽ അസൂയ മൂത്ത്, അല്ലെങ്കിൽ ഇന്ത്യയെ എങ്ങനെയെങ്കിലും തകർക്കണം എന്ന ഒരു അജണ്ടയോടെ പ്രവർത്തിക്കുന്ന, തീവ്രവാദ ഗ്രൂപ്പുകളുടെ വരെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. ഇവിടെ അമേരിക്കയിലെ കാര്യങ്ങൾ നോക്കാതെ, അമേരിക്കയിലെ തെരഞ്ഞെടുപ്പും അമേരിക്കയിലെ ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാതെ കോടിക്കണക്കിന് രൂപ മറ്റൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതിന്റെ സാങ്കത്യത്തെ ചോദ്യം ചെയ്യുന്നതിന് ഒപ്പം തന്നെ ശക്തമായ ഒരു നടപടി ഇവർക്കെതിരെ, ഇത്തരം ഡീപ് സ്റ്റേറ്റ് സംവിധാനത്തിനെതിരെ, അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കും എന്നുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് അമേരിക്കയുടെ തന്നെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന, അമേരിക്കയുടെ വിശ്വാസ്യതയെ ഇല്ലാതാക്കുന്ന, അമേരിക്ക എന്ന രാജ്യ സംവിധാനത്തിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത് എന്ന് സാരം. അതിനെ ഒരിക്കലും ഡൊണാൾഡ് ട്രംപ് അനുവദിക്കുകയില്ല. ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി അമേരിക്കൻ സർക്കാർ, അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും പ്രോത്സാഹനം നൽകുകയില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുമായി ഒരുപാട് ആശയവിനിമയം നടത്തിക്കൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാം, അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുകൂടി ട്രംപും വൈറ്റ് ഹൗസും ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ആലോചിച്ചു നോക്കൂ, ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ, അവിടുത്തെ പാർലമെന്ററി തെരഞ്ഞെടുപ്പിനെ ഒക്കെ അട്ടിമറിക്കാൻ ഇവിടുത്തെ ചില ചീഞ്ഞുനാറിയ രാഷ്ട്രീയക്കാരുമായി ചേർന്ന്, പ്രത്യേകിച്ചും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിവിധ ഹാൻഡിലുകളുമായിട്ടൊക്കെ ചേർന്ന് ഇത്രയും താന്തോന്നിത്തരം കാണിച്ചിട്ടും, ഇത്രയും ചെറ്റത്തരം കാണിച്ചിട്ടും ജനഹിതം മാറ്റിവെക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയാണ്. ഇക്കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ. ശക്തമായി ജോർജ് സോറസ് നേതൃത്വം നൽകുന്ന നിരവധി ഏജൻസികൾ, അദ്ദേഹം കോടീശ്വരനായിരിക്കാം, അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടായിരിക്കാം, പക്ഷേ മറ്റൊരു രാജ്യത്തെ തകർക്കാനായി വിവിധ തീവ്രവാദ ഏജൻസികളുമായി കൂട്ടുചേർന്ന് ഇത്തരത്തിലുള്ള ചീഞ്ഞുനാറിയ കളികൾ ഇന്ത്യക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ള ഒരു വ്യംഗ്യ ധ്വനിയാണ് കഴിഞ്ഞ ദിവസം, അതായത് പരോക്ഷമായ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ ഇനി ഒരിക്കലും അനുവദിക്കുകയില്ല, അംഗീകരിക്കുകയില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നിയമ സംവിധാനത്തിന് കീഴിലേക്ക് ഈ ഡീപ് സ്റ്റേറ്റും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും സംഘടനകളെയും ഒക്കെ കൊണ്ടുവന്ന് കൃത്യമായ ഒരു നടപടി ക്രമം ഉടൻ തന്നെ അമേരിക്കയിൽ ഉണ്ടാകും. ഇവന്മാരൊക്കെ തന്നെ അകത്താകും, അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ തന്നെ രാജ്യത്ത് നിന്ന് പുറത്താക്കും, നാട് കടത്തും തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒരു രാജ്യം എത്ര ശക്തമായി വരുന്നു, ആ രാജ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, സാമ്പത്തികമായിട്ട് സാമൂഹ്യമായിട്ടുള്ള വികസനത്തിന് സഹായിക്കുന്നതിന് പകരം, നമ്മളെ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനായിട്ട്, ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തെ ഇല്ലാതാക്കാനായിട്ട്, വളർന്നു വരുന്ന ഒരു രാജ്യത്തിന്റെ വളർച്ചയെ തടയാനായിട്ട് ഇത്തരം ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു തീവ്രവാദ, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെയുള്ള മനോഭാവം, ഒരു വിഘടനവാദ തീവ്രവാദ മനോഭാവം അതിനകത്തുണ്ട്. അതിനകത്ത് മത തീവ്രവാദികളും അല്ലാത്ത തീവ്രവാദികളും ഒക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ഡീപ് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്നത്, അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, അമേരിക്കയിലെ ഏറ്റവും വലിയ ഏജൻസി, ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടത്തി ഇതിന്റെ കൃത്യമായ നടപടി ഉണ്ടാകും. ഇന്ത്യയുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംവിധാനം മുമ്പോട്ട് പോകും. ഇവിടെ പപ്പുമോനും അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനൊക്കെ ഉണ്ട്, അവന്മാരൊക്കെ ഇനി ശരിക്കും അവർക്കെതിരെ കൂടി അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷെ അതിന് വ്യക്തമായ തെളിവുകളും മറ്റു കാര്യങ്ങളും ശേഖരിച്ച ശേഷമേ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. എന്തായാലും ഡീപ് സ്റ്റേറ്റിന്റെ തലതൊട്ടപ്പന്മാരൊക്കെ തന്നെ FBI പിടിയിലാകും, ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചനകൾ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.